ഞാൻ അനുപമ. അനുന്ന് വിളിക്കും. ആരൊക്കെയാണെന്നോ? ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടൻ്റെ അമ്മയും. അവർ മാത്രം വിളിച്ചാൽ മതി കേട്ടോ. അതാ എനിക്കും ഇഷ്ടം. ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഇച്ചിരി കഷ്ടാണ് കേട്ടോ. കഴിഞ്ഞ 32 ദിവസങ്ങളായി ഞാൻ എൻ്റെ ദേവിയുടെ നടയിൽ തന്നെയാണ്. എന്താണ് കാരണം എന്നല്ലേ പറയാം. ഇപ്പോൾ വരും എൻ്റെ ഉണ്ണിയേട്ടൻ. അല്ല, കൊണ്ടുവരും ഉണ്ണിയേട്ടനെ. പാവമാണ് എൻ്റെ ഉണ്ണിയേട്ടൻ. ആരെയും വേദനിപ്പിക്കാത്ത, ആരുടെ കാര്യത്തിലും ഇടപെടാതെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ ഉണ്ണിയേട്ടനെ ദൈവം എന്തിനാ ഈ വിധി കൊടുത്തത്? കഴിഞ്ഞ 32 നാളുകളിലും ഞാൻ കാവിൽ അമ്മയോട് ചോദിച്ചതും ഇത് തന്നെയാണ്. ഞാനും അമ്മയും മാത്രമാണ് ഇവിടെ. അച്ഛൻ 4 വർഷം മുന്നേ മരിച്ചു. ഒരുപാട് കിടന്ന് വേദനിച്ച മരിച്ചത്. അച്ഛനെ ചികിത്സിച്ച വകയിൽ കുറെ കടം വന്നപ്പോൾ താമസിക്കുന്ന വീടും 10 സെന്റ് പുരയിടവും വിൽക്കേണ്ടി വന്നു. അച്ഛനെ പൊതു ശ്മശാനത്തിലായിരുന്നു ദഹിപ്പിച്ചത്. ആ നാട് വിട്ടു പോവാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്കും അതാണ് നല്ലതെന്ന് തോന്നി. വീടും പുരയിടവും വിറ്റ് അച്ഛനു വേണ്ടി വന്ന കടങ്ങളെല്ലാം തീർത്തപ്പോൾ കുറച്ചു പൈസ മിച്ചം വന്നതും കൊണ്ട് ഈ നാട്ടിലെത്തി. ഒരു വീട് വാടകയ്ക്ക് തരപ്പെടുത്തി തന്നത് എൻ്റെ ഒരു കോളേജ് മേറ്റായിരുന്നു. അവരുടെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു ഉണ്ണിയേട്ടൻ്റെ അമ്മ. ഉണ്ണിയേട്ടനും അമ്മയും പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോൾ ഒഴിഞ്ഞു കിടന്നു ആ വീട്. പഴയതെങ്കിലും നല്ല വൃത്തിയിലും വെടുപ്പിലും സൂക്ഷിച്ച വീട് ആർക്കും കൊടുത്തിരുന്നില്ല. ഞാനും അമ്മയും തനിച്ചേ ഉള്ളുവെന്നും സന്ദർശകരോ ശല്യമോ ഉണ്ടാവില്ലെന്നുമുള്ള ഒരു ഉറപ്പ് മാത്രം വാങ്ങിയ ഉണ്ണിയേട്ടൻ ഞങ്ങൾക്ക് ഒരു ചെറിയ മാസ വാടകയ്ക്ക് ആ വീട് തന്നത്. നോക്കിയാൽ കാണുന്ന ദൂരത്ത് തന്നെ അവരുള്ളത് എനിക്കും അമ്മയ്ക്കും വലിയൊരു ആശ്വാസമായിരുന്നു. ബാക്കി വന്ന പണം കൊണ്ട് ജീവിക്കാനൊരു മാർഗമെന്ന നിലയിൽ ടൗണിൽ ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങിയതും ഉണ്ണിയേട്ടൻ്റെ സഹായം കൊണ്ടുകൂടിയായിരുന്നു. ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു ഉണ്ണിയേട്ടനും അമ്മയ്ക്കും. ആദ്യം നമ്മളോടും വലിയ അടുപ്പമൊന്നും കാട്ടിയിരുന്നില്ല. ആ അമ്മയും മകനും മാത്രമായ ഒരു ചെറിയ ലോകം. രാവിലെ 8 മണിക്ക് മുന്നേ വീട്ടിൽ നിന്ന് പോയാൽ എന്നും ഉച്ചയ്ക്ക് അമ്മയുടെ കൂടെ ഊണിനെത്തുന്നതും രാത്രി 8 മണിക്ക് വീട്ടിലെത്തുന്നതും പതിവായിരുന്നു. ടൗണിൽ ഒരു മൊബൈൽ ഷോപ്പാണ് അവരുടെ ജീവിതമാർഗം. അത് നല്ലപോലെ നോക്കി നടത്തുന്നതിൽ ഉണ്ണിയേട്ടൻ മിടുക്കനായിരുന്നു. എൻ്റെ അമ്മയും ഞാനും കുറച്ചു തവണ മാത്രമേ അവിടെ പോയിട്ടുണ്ടാവൂ. രാവിലെ ഉണരുകയും നടുത്തളത്തിൽ ദീപം തെളിയിക്കുകയും ചെയ്തിരുന്ന ആ വീട്ടിൽ നിന്ന് എന്നും ഭക്തിഗാനം കേട്ടായിരുന്നു ഞാൻ ഉണരാറ്. ചെറിയ ശബ്ദത്തിൽ പാട്ടുകൾ കേൾക്കുന്നത് ഞാൻ ഒന്നും മനസ്സിലാക്കിയിരുന്നു. ഉണ്ണിയേട്ടൻ ഒരു യേശുദാസിന്റെ ഫാനാണെന്ന്. അമ്മ പറഞ്ഞപ്പോൾ അറിഞ്ഞ മറ്റൊരു കാര്യം, ലാലേട്ടനും ദാസേട്ടനും ചിത്ര ചേച്ചിയും അമ്മയും പിന്നെ ഉണ്ണിയേട്ടനും. ആ ലോകത്തിൽ നിന്ന് ഉണ്ണിയേട്ടനെ മറ്റൊരു ശക്തിക്കും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. രാവിലെ പോകുമ്പോൾ ഉമ്മർത്ത് നിന്നും അമ്മേ ഞാൻ പോകുന്നു എന്ന് പറയാതെ പോകുന്ന ഉണ്ണിയേട്ടനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് ഞാനും എന്നും കുളിച്ച് ഈറൻ മുടിയിൽ തോർത്ത് ചുറ്റി വരാന്തയിൽ വന്ന് നിൽക്കുമായിരുന്നു. ഒരു നോട്ടം കൊതിച്ചാൽ നിൽക്കുന്നതെങ്കിലും നിരാശയായിരുന്നു മിക്കപ്പോഴും ഫലം. അതിൽ ആദ്യം പരിഭവം തോന്നിയെങ്കിലും ഇപ്പോൾ അതൊരു ശീലമായിട്ടോ. ഞായറാഴ്ചകളിൽ മൊബൈൽ ഷോപ്പിന് അവധി കൊടുത്ത് ഉണ്ണിയേട്ടൻ ബൈക്കിൽ അമ്മയെ കയറ്റി ടൗണിൽ പോകുമായിരുന്നു. അന്നത്തെ ഭക്ഷണമെല്ലാം ടൗണിൽ തന്നെയാണ്. എവിടെയാ പോണേന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചാ അറിഞ്ഞത്. രാവിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ, പിന്നെ സിനിമയ്ക്ക്. മോഹൻലാലിന്റെ ഒരു സിനിമ പോലും ഉണ്ണിയേട്ടൻ ഒഴിവാക്കിയിരുന്നില്ല. അതാണ് അവരുടെ ലോകം. ഇതൊക്കെ കണ്ട് ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും. എൻ്റെ മനസ്സ് വായിക്കുവാൻ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞതുകൊണ്ടാവാം ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞത്, ഉണ്ണിയെയും അമ്മയെയും കണ്ട് കൊതിക്കേണ്ടാന്ന്. കാണാൻ സുന്ദരിയായിരുന്ന എനിക്ക് ഒരുപാട് വിവാഹ ആലോചനകൾ വന്നെങ്കിലും എല്ലാത്തിനും ഞാൻ തഞ്ചത്തിൽ വഴുതി മാറി. അമ്മയ്ക്ക് അതിൽ പരിഭവം തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയോട് തുറന്നു പറഞ്ഞു, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഉണ്ണിയേട്ടനോടൊപ്പം ആയാൽ മതിയെന്ന്. അത് നടക്കുമോ എന്ന അമ്മയുടെ ആശങ്കയ്ക്കും ഞാൻ മറുപടി കൊടുത്തു. ഉണ്ണിയേട്ടൻ അമ്മയ്ക്ക് വേണ്ടി മാത്രം എന്നും ജീവിക്കുന്നതെങ്കിൽ നമ്മളും അങ്ങനെ ജീവിക്കും. ഞാനും അമ്മയും മാത്രമുള്ളൊരു ലോകം, അത് മതിയമ്മേ എനിക്കും. അതിൽ പിന്നെ അമ്മ എന്നോടൊന്നും പറയാറില്ല വിവാഹക്കാര്യം. ഇതിനിടയിൽ പലപ്പോഴും ഞാൻ ഉണ്ണിയേട്ടനോട് അടുത്ത് ഇടപഴകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പുഞ്ചിരിയിലോ 2 വാക്കിലോ എന്നെ പറഞ്ഞുവിടും കക്ഷി. എന്നോട് വെറുപ്പുമില്ല, ഞാൻ കൊതിക്കുന്ന ഇഷ്ടവും ഇല്ല. മാറണം ഈ ഉണ്ണിയേട്ടൻ, മാറ്റണം ഈ ഞാൻ. അങ്ങനെ ഒരു മുദ്രാവാക്യം എൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി. ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്കുള്ള സന്ദർശനത്തിൻ്റെ എണ്ണം കൂട്ടി. കുളിച്ച് സുന്ദരിയായി ഉണ്ണിയേട്ടൻ്റെ അമ്മ ഉപയോഗിക്കുന്ന തരം കോട്ടൺ സാരിയായി പിന്നെ എൻ്റെ വേഷം. ചെറുതായി എന്നെ ശ്രദ്ധിക്കാനും അത്യാവശ്യം സംസാരിക്കുന്ന ലെവലിലും ഒരുവിധം ഞാൻ എത്തിച്ചു. ഫേസ്ബുക്കോ വാട്സപ്പോ ഉപയോഗിക്കാത്ത ആ ഉണ്ണിയേട്ടനു വേണ്ടി ഞാനും അതെല്ലാം ഉപേക്ഷിച്ചു. അതെല്ലാം നാശത്തിൻ്റെ വഴികാട്ടികളാണെന്ന് ഒരു തവണ പറഞ്ഞു ഉണ്ണിയേട്ടൻ.
കയ്യിൽ ഒരു പഴയ മോഡൽ കീപാഡ് ഫോൺ മാത്രം ഉപയോഗിക്കുന്ന ആ മനുഷ്യൻ ഈ നൂറ്റാണ്ടിലൊന്നും ജീവിക്കേണ്ടതല്ലെന്നും അതെല്ലാം നല്ലതാണല്ലോ എന്നും എനിക്കും തോന്നി പലപ്പോഴായിട്ട്. ഇനി പറയാം കഴിഞ്ഞ 32 നാളുകളിലായി ഞാൻ തീ തിന്നുന്ന കാര്യം. പതിവ് പോലെ അന്ന് രാത്രി കട പൂട്ടി വീട്ടിലേക്ക് വരികയായിരുന്ന ഉണ്ണിയേട്ടന്റെ ബൈക്കിൽ ഒരു ലോറി ഇടിച്ചു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു പോലും. റോഡിൽ തെറിച്ചു വീണ ഉണ്ണിയേട്ടന്റെ 2 കാലിലൂടെയും ലോറി കയറി ഇറങ്ങി. ഈ അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മയെ മാറ്റാൻ ഉണ്ണി ആവുന്നതും ശ്രമിച്ചു നോക്കി. അവന്റെ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവൻ ടവൽ കൊണ്ട് മുഖം തുടച്ചു. ഉണ്ണിയുടെ കൂട്ടുകാരായ വിഷ്ണുവും വിജയും വെളിയിൽ ഉണ്ടായിരുന്നു അപ്പോഴും. അമ്മയും മകനും കരഞ്ഞു തീർക്കട്ടെ സങ്കടങ്ങളെന്നും വിചാരിച്ച് മാറി നിന്നതാണ് അവർ. അല്ലെങ്കിലും കഴിഞ്ഞ 32 നാളുകളായി ആ അമ്മയുടെ മിഴികൾ തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ ഈ കരച്ചിൽ? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോഴും അവൻ അറിയാമായിരുന്നു വലതുകാൽ മുട്ടീന് താഴെ വെച്ച് നഷ്ടമായിരിക്കുന്നു എന്ന്. ഞാൻ കൂടി തളർന്നാൽ എൻ്റെ അമ്മ ഒരു ജീവച്ഛവമായി തീരും എന്ന സത്യവും. വിഷ്ണു, ഉണ്ണി വിളിച്ചു. വിഷ്ണു അകത്തേക്ക് കയറി വന്നു. നീ ഈ അമ്മയെ കൂട്ടി അപ്പുറത്തെ റൂമിൽ കൊണ്ട് കിടത്തുവോ? വിഷ്ണു മൂളി. അവൻ അമ്മയെ കൂട്ടി അപ്പുറത്തെ മുറിയിലേക്ക് പോയി. നിറഞ്ഞു വന്ന മിഴികൾ അവൻ പിന്നെയും തുടച്ചു. വാതിൽ പടിക്കൽ കാൽപെരുമാറ്റം കേട്ട് ഉണ്ണി അങ്ങോട്ട് നോക്കി. ഓ, ഇയാളോ? കയറുവാ. അനു മടിച്ച് അകത്തേക്ക് കയറി. ആ കാഴ്ച അവൾക്കൊരിക്കലും കാണേണ്ടിയിരുന്നില്ല. കട്ടിലിൽ ചാരിയിരിക്കുകയാണ് അവളുടെ ഉണ്ണിയേട്ടൻ. അരയ്ക്ക് താഴെ പുതപ്പ് കൊണ്ട് മൂടിയിരിക്കുന്നു. കാലില അവളുടെ നോട്ടം എന്നറിഞ്ഞ ഉണ്ണി പറഞ്ഞു, ഓ, വലതുകാലിൻ്റെ ഒരു കഷ്ണം അവരെടുത്തു. അനുവിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ ഉണ്ണി പറഞ്ഞു, അനുവും കരയാനാ വന്നതെങ്കിൽ കൊച്ചോളൂ. അമ്മ ഇപ്പോൾ പോയതേ ഉള്ളൂ. എനിക്ക് കാണേണ്ട ആരുടെയും കരച്ചിൽ. ഈ ഒറ്റക്കാലം വെച്ച് ഞാനും അമ്മയും ഇവിടെ അങ്ങ് ജീവിച്ചോളാം. അവൾ ഉണ്ണിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. സാരിത്തലപ്പ് കൊണ്ട് കണ്ണും മുഖവും തുടച്ചു. ഉണ്ണിയേട്ടാ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ. പേടികൊണ്ടാ അത് ഇത്ര നാളും തുറന്നു പറയാതിരുന്നത്. ഇപ്പോഴും ആ ഇഷ്ടം എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ. ഈ ഏട്ടനെയും അമ്മയെയും ഞാൻ നോക്കിക്കൊള്ളാം ഇനിയുള്ള കാലം. അതിന് എന്നെ അനുവദിക്കണം ഉണ്ണിയേട്ടൻ. അതും പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. എന്ത് പറയണമെന്ന് അറിയാതെ പകച്ചു നിന്ന ഉണ്ണിയുടെ അടുത്തേക്ക് വിഷ്ണുവും വിജയും കയറി വന്നു. വിഷ്ണു പറഞ്ഞു, ഉണ്ണി, നീ പറഞ്ഞതിലും കൂടുതൽ സ്നേഹം ഇവളിലുണ്ടടാ. അല്ലെങ്കിൽ കാല് മുറിച്ച് കളഞ്ഞിട്ടും നിന്നെ തേടി വരില്ലായിരുന്നു ഇവൾ. ഉണ്ണി അവളുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. അനു ആ മാറിൽ വീണ് പൊട്ടിക്കരഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വിഷ്ണുവും വിജയും റൂം വിട്ട് ഇറങ്ങി. ഇങ്ങനെയുള്ള മനോഹരമായ പ്രണയകഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.